ഓക്കെ, സോ ഡോട്ട് പ്രൊഡക്റ്റും ഓർത്തോഗണാലിറ്റിയും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് വെക്റ്റർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രൊജക്ഷൻ അല്ലെങ്കിൽ കൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി ഇൻ ലൈഫിൽ നമുക്കറിയാം. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒബ്ജക്റ്റ് നമുക്ക് റിയൽ 3D സ്പേസിൽ നമുക്കുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അസ്യൂമിങ് ഇറ്റ്സ് എ പേഴ്സൺ. സോ ഈ ഒരു പേഴ്സൺ ഒരാൾ ഒരു ഇതിലൂടെ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് അതിൽ ഒരു സൺലൈറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദർ വിൽ ബി എ ഷാഡോ, ഒരു ഷാഡോ, ആ വ്യക്തിയുടെ ഒരു ഷാഡോ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ നമുക്ക് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 3 ഡയമെൻഷനലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഇതാണ്. നേരെ മറിച്ച് ഷാഡോ എന്ന് പറയുമ്പോൾ ഒരു 2D ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഇതിൽ നമുക്ക് ആക്ച്വലി പലപ്പോഴും നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ ഷാഡോ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. ഈവൻ ദോ ഇവിടെ ഒരു ഡയമെൻഷൻ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും, അതായത് ഇവിടെ ലോസ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ എന്താണ് ഇതെന്താണ് ആ ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, ഡയമെൻഷൻ ഒരു സ്റ്റെപ്പ് കുറഞ്ഞു, 3 ഡയമെൻഷണൽ സ്പേസിൽ നിന്ന് 2D സ്പേസിലോട്ട് കുറഞ്ഞു, ലോസ് ഓഫ് ഇൻഫോർമേഷൻ നടന്നു, ബട്ട് സ്റ്റിൽ നമുക്ക് വി ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട് എന്താണെന്നുള്ളത്. സോ സിമിലറായിട്ട് നമുക്ക് അൽഗോരിതം നമ്മൾ ഡേറ്റ ഹാൻഡിൽ ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് ഈ സിമിലർ കൺസെപ്റ്റ് വരാറുണ്ട്. അതായത് നമുക്ക് ഒരു ഹൈ ഡയമെൻഷണൽ ഡേറ്റ ആയിരിക്കും വരുന്നത്, അതായത് ഒരുപാട് കോളംസ് ഉള്ള ഒരു ഡേറ്റ ആയിരിക്കും. അത്രയും ഡേറ്റ നമുക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അൽഗോരിതത്തിനുണ്ടാവും. ഹൈ ഡയമെൻഷനിലോട്ട് പോകുന്തോറും അൽഗോരിതത്തിന് അത് കൂടുതൽ പാറ്റേൺ ലൈൻ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി കൂടിക്കൊണ്ടിരിക്കും. സോ ഏറ്റവും കുറഞ്ഞ ഇൻഫർമേഷൻ ലോസിൽ ഒരു ലോവർ ഡയമെൻഷനിലോട്ട് അതിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സോ ആ ഒരു കൺസെപ്റ്റ് വെക്റ്റർ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനി എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ഡോട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ വെക്റ്റർ പ്രൊജക്ഷൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം വെക്റ്റർ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എ ഡോട്ട് ബി എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് രണ്ട് വെക്റ്റേഴ്സും നമ്മൾ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. സോ വെക്റ്റർ പ്രൊജക്ഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ വി ആർ പ്രൊജക്റ്റിംഗ് വൺ വെക്റ്റർ ഇൻറ്റു അനദർ വെക്റ്റർ. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അതിന് ഒരു അല്പം എന്താണ് വെക്റ്റർ എ ഡോട്ട് ബി വെറും സിമ്പിളി ഡോട്ട് പ്രൊഡക്റ്റ് മാത്രമല്ല, എ ഡോട്ട് ബി ന്യൂമറേറ്ററിൽ വരും, ദെൻ ഡിനോമിനേറ്ററിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബിയും കൂടെ വരും. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി. നേരെ മറിച്ച് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഇൻറ്റു വെക്റ്റർ എ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ന്യൂമറേറ്ററിൽ അഗെയിൻ എ ഡോട്ട് ബി തന്നെയായിരിക്കും വരുന്നത്, കാരണം ബി ഡോട്ട് എയും എ ഡോട്ട് ബിയും സെയിം തന്നെയാണ്. ഡിനോമിനേറ്ററിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ എന്നുള്ള രീതിയിൽ വരണം. ഇനി നമുക്കിതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സാമ്പിൾ കണ്ടു നോക്കാം. സോ നമുക്ക് നമ്മുടെ XY പ്ലെയിനിൽ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എനിക്കൊരു XY പ്ലെയിൻ 2 ഡയമെൻഷണൽ സ്പേസിൽ കിടക്കുന്നതാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ദെൻ എനിക്ക് വെക്റ്റർ ബി ഞാൻ ആദ്യം വരയ്ക്കുകയാണ്. സോ വെക്റ്റർ ബി എന്ന് പറയുന്നത് ഇവിടെ സ്പെസിഫിക്കലി ഞാനൊരു സ്പെഷ്യൽ കേസ് എടുക്കുകയാണ്, അതായത് X ആക്സിസിൽ തന്നെ കിടക്കുന്ന, അതായത് Y കമ്പോണൻ്റ് ഇല്ലാത്ത ഒരു വെക്റ്റർ ബി ആണ് എനിക്കുള്ളത്. സോ പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 ആണ്. സോ അങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും 2 യൂണിറ്റ്സ് ലെങ്ത് വരും. കോർഡിനേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 2,0 എന്ന് പറഞ്ഞു വരും. ഇനി വെക്റ്റർ എ എന്ന് പറയുന്നത് ഞാൻ അഗെയിൻ വൈ ഡയറക്ഷനിൽ മാത്രമുള്ള ഒരു വെക്റ്റർ അല്ല ഞാൻ എടുക്കുന്നത്, എക്സിൻ്റെയും വൈയുടെയും ഒരു മിക്സ് വരുന്ന ഒരു വെക്റ്ററാണ് ഞാൻ എടുക്കുന്നത്. സോ ഇവിടെ ദിസ് ഈസ് 1 യൂണിറ്റ്, ദിസ് ഈസ് 2 യൂണിറ്റ്. സോ എനിക്ക് വെക്റ്റർ എ എന്ന് പറയുന്നത് 1,1, അതായത് 45 ഡിഗ്രി ആംഗിളിൽ പോകുന്ന ഈ ഒരു വെക്റ്ററാണ്. സോ വെക്റ്റർ എയുടെ കോർഡിനേറ്റ്സ് 1,1 ആണ് വരുന്നത്. ഇനി പ്രൊജക്ഷൻ ഓഫ്, സോ ഇത് വെക്റ്റർ എ,
ദിസ് ഈസ് വെക്റ്റർ ബി. ഇനി പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഷാഡോ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. സോ വെക്റ്റർ ബിയിലോട്ട് നമ്മൾ വെക്റ്റർ എനെ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് പറയാം. അതായത് ഞാൻ ഇവിടുന്നൊരു ലൈറ്റ് സോഴ്സ് കൊടുത്ത് ഒരു ടോർച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെക്റ്റർ എയുടെ ഷാഡോ എക്സാക്ട്ലി എവിടെയായിരിക്കും വെക്റ്റർ ബിയിൽ വന്ന് പ്രൊജക്റ്റ് ചെയ്യുക. സോ നേരെ താഴത്തോട്ട് വരും, ഈ ഒരു പൊസിഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇൻ അതർ വേർഡ്സ് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്റ്റർ എയുടെ എത്ര പാർട്ട് വെക്റ്റർ ബിയിലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ എ എന്ന് പറയുന്നത് എക്സും വൈയുടെയും രണ്ട് കമ്പോണൻറ്റിൻ്റെയും ഒരു മിക്സാണ്. ബട്ട് ബി എന്ന് പറയുന്നത് എക്സ് കമ്പോണൻറ്റ് മാത്രമുള്ളൊരു പാർട്ടാണ്. ബട്ട് സ്റ്റിൽ എ ബി എന്താണ് എക്സിൻ്റെയും വൈയുടെയും മിക്സ് ആയതുകൊണ്ട് കുറച്ച് പാർട്ട് എയുടെ കുറച്ച് പാർട്ട് ബിയുടെ ഇതിലോട്ട് വരും. സോ ഈ ഷാഡോ ഡെഫിനറ്റ്ലി വരുന്നത് ഈ 1 എന്ന് പറയുന്ന പൊസിഷനിലാണ്. സോ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഇൻറ്റു ബി എന്ന് ഈ ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 എന്നായിരിക്കും അതിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ബിയിലോട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ ബി. ഓക്കെ, സോ ഈ ഒരു ഞാൻ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്ന ഒരു വെക്റ്ററാണ് ആക്ച്വലി പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി. സോ എഗെയിൻ നമ്മളിതിൻ്റെ ഓപ്പറേഷൻ ഈ ഒരു ടേം എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലും ഇതേ ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് വെക്റ്റർ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാം. അതായത് എയുടെ എക്സ് കമ്പോണൻറ്റ് ഇൻറ്റു ബിയുടെ എക്സ് കമ്പോണൻറ്റ് പ്ലസ് എയുടെ വൈ കമ്പോണൻറ്റ് ഇൻറ്റു ബിയുടെ വൈ കമ്പോണൻറ്റ്. സോ ന്യൂമറേറ്ററിൽ നമുക്ക് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 0. ഡിനോമിനേറ്ററിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി വരും. സോ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. ഓക്കെ, സോ ഇത് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? 2 പ്ലസ് 0 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2. അതായത് നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയ അതേ ആൻസർ, ആ ഒരു ഷാഡോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ആൻസർ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതായത് നമ്മൾ വെക്റ്റർ എനെ വെക്റ്റർ ബിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ആ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആ പ്രൊജക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏത് വെക്റ്ററിലോട്ടാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കേസ് പറയാം. അതായത് സപ്പോസ് എയും ബിയും ഓർത്തോഗണലാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് മീൻസ് എയുടെ ഒരു പാർട്ട് പോലും ബിയിലില്ല. അങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രൊജക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? നമ്മൾ വിഷ്വലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതേ സിനാരിയോ തന്നെ എടുക്കാം. ബി എന്ന് പറയുന്നത് 2,0, എ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓർത്തോഗണൽ ടു ബി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ളത് തന്നെ എടുക്കാം. സോ 0,1 ദിസ് ഈസ് വെക്റ്റർ എ. ഇനി നമ്മൾ ഇവിടെ നിന്ന് പ്രൊജക്ഷൻ ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ ഒരു ലൈറ്റ് സോഴ്സ് ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഷാഡോ ബിയിലൊന്നും വരില്ല. എക്സാക്ട്ലി സെയിം ഹൈറ്റിൽ ഓവർ ദ ടോപ്പ് നിന്നാണ് നമ്മൾ ആ ലൈറ്റ് സോഴ്സ് വിടുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത് 0 എന്ന് പറയുന്ന പോയിന്റിലോട്ടായിരിക്കും ആ ഒരു ഷാഡോ ഫോൾ ചെയ്യുന്നത്. അതായത് എയുടെ ഒരു പാർട്ട് പോലും ബിയിലില്ല. സോ ഡെഫിനറ്റ്ലി പ്രൊജക്റ്റിംഗ് എ ഇൻറ്റു വെക്റ്റർ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 0 വെക്റ്റർ അല്ലെങ്കിൽ നത്തിങ്, ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല. സോ വിഷ്വലി അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കതിൽ ഈ ഒരു രീതിയിൽ പറയാം. അതല്ല അതിൻ്റെ ഹാൻഡ് കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു ടൈമിൻ്റെ ചെയ്ത് എഴുതിയാൽ മതി. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 0 ടൈംസ് 2 പ്ലസ് 1 ടൈംസ് 0 ഡിവൈഡഡ് ബൈ again same square root of 2 square plus 0 square. So definitely നമുക്ക് ന്യൂമറേറ്ററിൽ 0 ആണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ എന്ത് വന്നാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. 0/2 which is equal to 0. സോ കംപ്ലീറ്റ്ലി ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്താൽ നമുക്ക് ഒന്നും കിട്ടില്ല. കാരണം അത് 0 അത് തമ്മിലുള്ള ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് 0 വാല്യൂ ആയിരിക്കും കിട്ടുന്നത്.
സോ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.